അതെ, ഇങ്ങനെ പൂക്കളം മാത്രം ഇട്ടിരുന്നാൽ മതിയോ? പോണ്ടേ നമുക്ക്? സമയായി. പോവാ, എണീക്ക്. അമ്മേ എണീക്ക്, പോവാ, വൈകണ്ട. നല്ലൊരു ഓണായിട്ട് എവിടെ പോകാനറിയാ വെച്ചാ? അപ്പൊ അച്ഛന് കാര്യം മനസ്സിലായത് വരെ നമ്മളിന്ന് ഭക്ഷണം കഴിക്കുന്ന പുറത്തുനിന്നാ. പുറത്തുനിന്നോ? എന്താ നീ പറയണേ? അച്ഛന് ഏത് നൂറ്റാണ്ടിലായി ജീവിക്കണത്? നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ നിന്ന് കഴിക്കാം എല്ലാവർക്കും. നല്ലൊരു ഓണായിട്ട് ഈ കരിയിലും പുകയിലും കടന്നതാവണ്ടല്ലോ ചിട്ടാ. ഞാനാ മോനോട് പറഞ്ഞതേ. മുത്തശ്ശ, ഒരു ഔട്ടിങ്ങിന് കിട്ടിയ ടൈമാ, അത് പാഴാക്കരുത്. അച്ഛ വരൂ, ഒന്നുമില്ലല്ലോ, ഓണല്ലേ. നമുക്ക് പോവാ. അതെ, ഇപ്പൊ തന്നെ സമയം വൈകി, നിങ്ങൾ കയറി, വണ്ടി കയറി പോവാം. ഞങ്ങള് പോയി വരാം. രമേശ, നല്ലൊരു ഓണായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഊണയിച്ചൂടെ? ഈ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണോ? അച്ഛൻ ഈ കാലത്തിനെ പറ്റിയ ആളല്ല കേട്ടോ, ഒന്ന് അപ്ഡേറ്റ് ചെയ്തോടെ. 10-23 തരം വിഭവങ്ങൾ, 2 തരം പായസം, നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുക അവിടെ. എന്ത് ചെയ്യാൻ, അച്ഛൻ വരില്ലല്ലോ, ഞങ്ങൾ പോവാ. ആ കുഞ്ഞോനോടാണ് ഇപ്പൊ ഓണസദ്യക്ക് വരാനും പറഞ്ഞു. ഈ സുന്ദരേശനെ ഈ വെച്ചുണ്ടാക്കലൊന്നും ഒരു പ്രശ്നമല്ല. ഓ, കുഞ്ഞാൻ വന്നു തോന്നണേ. ആ കുഞ്ഞാനെ ഈ അകത്തേനില്ലേ കുട്ടികളും മക്കളും ഒക്കെ കൂടി വെച്ചുണ്ടാക്കണ തിരക്കിലേനില്ലേ? നല്ല തിരക്കാ. ഇരിക്കണം എന്നാല് ലേസം. എന്തേ ഷർട്ടൊന്നും ഇടാതെ? അവിടെ കുറച്ച് പണിയുണ്ട്. ഓണക്കോടി എടുത്തില്ലേ? ഓണക്കോടിയൊക്കെ എടുത്തണ്ടേ. കോണം വിറ്റും ഓണം ആഘോഷിക്കണം എന്നാണല്ലോ അല്ലേ? ഓണല്ല കുഞ്ഞാനെ, കാണാണ്. ഒരു വള്ളിയല്ല അങ്ങോട്ട് കൂടിയിട്ടുള്ളൂ. കാലൊക്കെ മാറി കുഞ്ഞാനെ. ഇപ്പൊ ഓണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ റെഡിമെയ്ഡ് ആയടാ. അച്ഛനും അമ്മയും ഒഴിച്ച് ഒക്കെ ഇപ്പം റിഡക്ഷന് കിട്ടണ കാലാണ് സുന്ദരേഷ. ഓഫറാണ്, എല്ലാത്തിനും ഓഫറാണ്. ശരിയാണ് ഈ പറയണേ. ഞാനിപ്പോ ഉണ്ടല്ലോ അനുഭവിച്ചും കൊണ്ടിരിക്കുക. സുന്ദരേശ, പണ്ട് ഈ പൂവട്ടിയായിട്ട് മല കയറി പൂകേ പൊലി എന്നും പാടി കാട് തണ്ടി നടക്കുമ്പോൾ കൂടുതൽ ഞാനും വരികയും പൂവ് വെറുക്കാൻ വേണ്ടിയിട്ട് സിനിമ കണ്ടു കഴിഞ്ഞ് കുട്ടായിയേട്ടൻ്റെ തോണി കെട്ടാതെ ഉടുത്തതും തലയെ കെട്ടി ഇക്കരക്ക് നീന്തിയതൊക്കെ അനക്ക് ഓർമ്മയില്ലടാ. അതൊരു കാലം. ഒക്കെ വരവല്ലേ. പച്ചക്കറി, പൂവും, ഇറച്ചിക്കോയി വരെ തമിഴ്നാട്ടിൽ നിന്ന് വരണം. അവിടെ ഒരു ബന്ധോ ഹർത്താലോ ഉണ്ടായാൽ നമുക്ക് ഓണമില്ല, വിഷുവില്ല, പെരുന്നാളും ഇല്ല. എനിക്കറിയോ, രമേശൻ വരികയാണെന്ന് പറഞ്ഞിട്ട് ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ ഞാൻ ഇവിടെ വാങ്ങി വെച്ചു. ഇങ്ങോട്ട് അവനും കുട്ടികളും തള്ളിയും പാടെ കെട്ടിപ്പോയിഞ്ഞിട്ട് കൊടുക്കണ ഹോട്ടൽ കട പോയി. ഈ ഓണം ആഘോഷമൊക്കെ ഉണ്ടാവുമ്പോഴാണ് കുടുംബത്തിന്റെ ഒരു കൂട്ടിപ്പിടുത്തം. അതൊക്കെ ഇല്ലാതാകണം. സാരില്ലടാ, ഇതിനാണ് ഇപ്പോ ഈ കുട്ടികളൊക്കെ പറയണത് ജനറേഷൻ ഗ്യാപ്പ്. അതാണത്. ഈ അതിൽ ബേജാറാകണ്ട. ഞാൻ വന്നില്ല എന്റെ കൂട്ടത്തില്. എന്താ ഉണ്ടാക്കി ചമ്മക്ക് പോയി തിന്ന? ഹലോ, അതെ അതെ അതെ, ഞങ്ങള് വന്നോണ്ടിരിക്കുക. ഇവിടെ ഒരു രക്ഷയില്ല, ഭയങ്കര ബ്ലോക്ക്. ഒരു 1.5 മണിക്കൂറായി ബ്ലോക്ക് പെട്ടിരിക്കുക ഞങ്ങള് കേട്ടോ. കട്ട ബ്ലോക്കാണ്. എനിക്കൊന്നും ഇവിടെ ആക്സിഡന്റ് ഒന്നും പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു രക്ഷയില്ല. 1.5 ഞങ്ങൾ വന്നോണ്ടിരിക്കുകയാണേ. കാരണം ഇവിടെ ഇത്ര നേരം അറിയാം ഇവിടെ കേട്ടോ. ഞങ്ങള് വരികയാണ്. ഞങ്ങള് ഒരു അരമണിക്കൂറോടെ ഞങ്ങൾ എത്തും. അല്ല, ഞങ്ങൾ വന്നോണ്ടിരിക്കുകയാണ്.
ഞങ്ങൾ വന്നോണ്ടിരിക്കുകയാണ്. അയ്യോ ബ്ലോക്ക് ആയതുകൊണ്ടല്ലേ ഞങ്ങള് ബ്ലോക്കിൽ പെട്ടോണ്ടാണ് കിട്ടിയത്. ഞാനല്ല വീട്ടിൽ പോവാം. അമ്മേ നമുക്കിനി വീട്ടിൽ പോവാം. നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ കറങ്ങാൻ നിക്കണ്ട. അമ്മ വിശക്കുണ്ട്. ഒന്ന് ഒതുങ്ങിയിരിക്കും മോനെ, എല്ലാവർക്കും വിശക്കുണ്ട്. ഞാൻ ഒന്ന് വിളിക്കട്ടെ കേട്ടോ. ഹലോ അതെ, ഒരു 6 പേർക്കുള്ള ഫുഡ് ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ സദ്യ? നോക്കൂ, അത് വിഭവങ്ങൾ അധികം വേണ്ട, എന്നാലും നമുക്ക് റൈസും കുറച്ച്. അയ്യോ, കുറച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല? ഇല്ല, ഒരു രക്ഷയില്ലേ, നമ്മളെല്ലാ ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു, അല്ലാതെ കഴിഞ്ഞല്ലോ. അയ്യോ, അച്ഛൻ അപ്പോഴും പറഞ്ഞല്ലേ ഓണായിട്ട് വീട്ടിൽ കൂടാന്ന്. അച്ഛാ നിങ്ങള് വേഗം വണ്ടി വിട്ടേ, മുത്തശ്ശൻ അവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവും. പെരേല് വെച്ചുണ്ടാക്കി തിന്നണതിനുള്ള റാഹത്ത് അതൊന്ന് വേറെ തന്നെയാണ് സുന്ദരേസാ. ആ എങ്ങനെയുണ്ട് മോളെ സദ്യ? സദ്യ കോപ്പ്. അതിന്റെ ഇവിടെ ഫുഡില്ലേ? എല്ലാവർക്കും ഇല്ല ഭക്ഷണം മുത്തശ്ശ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല സദ്യ. എങ്ങനെ ഉണ്ടായിനി രമേശ സദ്യയൊക്കെ? ഒന്നും പറയണ്ട കുഞ്ഞാക്ക, പറയണ്ടിരിക്കുന്നല്ലേ. അപ്പൊ എന്റെടാ 23 കൂട്ടാനിൽ എന്തെങ്കിലും കമ്മിയായോ? 2.5 പായസം കമ്മിയായോ? രമേശ, കുടുംബം മുമ്പുണ്ടാകണതാണോ കുടുംബം. ഈ ആഘോഷങ്ങൾ ഓണായാലും വിഷയായാലും പെരുന്നാളായാലും ഒക്കെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും കൂടി നടത്തണതല്ലേ നല്ലത്. അന്ന് റോട്ടുമ്മിൽ ഇറങ്ങി റോഡ് വന്നാക്കിയിട്ട് എന്താ കാര്യം? മുത്തശ്ശ സദ്യ സൂപ്പർ.